പ്രവാസ ലോകത്തെ ഈ ആഴ്ചയിലെ കാഴ്ചയും വിശേഷങ്ങളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. ദുബൈയിൽ ബുർജ് ഖലീഫയുടെ താഴെ അടക്കം കറങ്ങി നടന്ന ഒരു KL രജിസ്ട്രേഷൻ ബൈക്കുണ്ട്. അത് ഓടിച്ചത് ഒരു കാസർഗോഡുകാരി പെൺകുട്ടിയാണ്, അമൃത ജോഷി. സോളോ റൈഡിൻ്റെ ഹരം കണ്ട് UAE കാണാനിറങ്ങിയ അമൃതയുടെ കഥ പറയുന്നു അക്ഷയ് പെരാവൂർ. ഈ KL ബൈക്കുള്ളത് ഇങ്ങ് ദുബൈയിലാണ്. കാസർകോട്ടുകാരി അമൃത അങ്ങ് കേരളത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര 8ാമത്തെ രാജ്യമായ UAE എത്തി നിൽക്കുകയാണ്. ബുർജ് ഖലീഫയുടെ മുന്നിലൂടെ ഇങ്ങ് ദുബൈ ഫ്രെയിമിന്റെ താഴെ. അച്ഛൻ്റെ മരണം ജീവിതത്തിലുണ്ടാക്കിയ ഡിപ്രഷൻ മറികടക്കാൻ അമൃത കൂടെ കൂട്ടിയതാണ് ഇവനെ. പിന്നീട് ആ യാത്രകൾ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെയുള്ള വാതിലുകളായി. ഈ ഒരു യാത്ര UAE എത്തി നിൽക്കുമ്പോൾ എന്താണ് ആ ഒരു ഫീൽ? ഭയങ്കര ഹാപ്പിയാണ്. ലൈഫിൽ ഏറ്റവും ഒരു ലോ ആയിട്ടുള്ള ടൈമിലാണ് ഞാൻ ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ട്രാവലിംഗ് ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 50,000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 50 ഡിഗ്രി ചൂടിലാണ് UAE നിൽക്കുന്നത്. അപ്പോഴും ഇങ്ങനെ UAE ഈ ചൂടിൽ നിൽക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫാക്ടർ. ഇവിടുത്തെ റോഡ്സും ട്രാഫിക്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സ്പെഷ്യലി ഇവിടുത്തെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾക്ക് നാട്ടിൽ ഇത്രക്കും സേഫ്റ്റി കിട്ടാറില്ല. സോ ഇവിടെ ഞാൻ നൈറ്റ് ലൈഫ് നോക്കുന്നത് ആദ്യമായിട്ടാണ്. ലൈക്ക് ഈ 5 ഇയേഴ്സ് ജേർണിയിൽ ആദ്യമായിട്ടാണ് ഞാൻ നൈറ്റ് ലൈഫ് നോക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രക്കും സേഫ്റ്റി ആയിട്ട് ഒരു ഞാൻ റൈഡ് ചെയ്യുന്നതിലും പിന്നെ ആൾക്കാരും. ഈ 8 രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് റൈഡ് ചെയ്തിട്ടുള്ളത് എവിടെ വെച്ചായിരിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE ആണ്. ഇവിടെ എല്ലാ റൈഡ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജബൽ ജെയ്സ്, കോർഫക്കാൻ, ജബൽ ഹഫീദ്, എല്ലാ റോഡ്സും ഒരു ഡിഫറെൻറ്റ് ഒരു വെതർ ആവട്ടെ, ലൈക്ക് റോഡ്സും കാര്യങ്ങളും ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്നു. ആസ് എ മലയാളി വിത്ത് എ KL ബൈക്ക് ഈ ബുർജ് ഖലീഫയുടെ താഴെ നിന്നപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് എനിക്ക് അവിടെ കിട്ടിയത്. ലൈക്ക് ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് എന്ന് പറയുമല്ലേ, ലൈക്ക് ഒരു ഡ്രീം കം ട്രൂ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ തോന്നിയത്. ലൈക്ക് ഇവിടെ ഞാൻ പ്ലാനിങ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് വണ്ടി അവിടെ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ റെൻറ്റഡ് ബൈക്ക് എടുത്താൽ പോരെയെന്ന്. പക്ഷേ എനിക്ക് KL വണ്ടി തന്നെ അവിടെ വേണമെന്നൊരു വാശിയുണ്ടായിരുന്നു എന്ന് പറയാം. യങ്ങസ്റ്റ് സോളോ റൈഡർക്കുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 5 റെക്കോർഡുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പം എന്തായിരുന്നു ആ ഒരു ഫീല്? 5 റെക്കോർഡ്സാണ് കിട്ടിയത്. 2 ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 2 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 1 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. കുറേ ആൾക്കാർ എന്നെ പറഞ്ഞു നിങ്ങൾക്കിത് പറ്റില്ല, നീ പെണ്ണാണ്, അങ്ങനെയാണ് എനിക്ക് നെഗറ്റീവായിട്ട്. അപ്പോൾ ഇപ്പോൾ ആ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ നിൽക്കുമ്പോൾ യു കാൻ ഡൂ ഇറ്റ് എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലേ. സോ അതാണ് എനിക്ക് പ്രൗഡ് മൊമെൻറ്റ്. ഈ ഒരു ജേർണിയിൽ ഏറ്റവും ഡിഫിക്കൽട്ടി തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ഏതായിരിക്കും? ഈ ഒരു 20 ഡേയ്സ് ജേർണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ റാംബ്ലേഴ്സ് പറയുന്ന ഒരു ക്ലബിനെ ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ആ ഒരു ക്ലബിൽ ഒരുപാട് ആൾക്കാരുണ്ട്, മോർ ദാൻ 60+ ആൾക്കാരുണ്ട്. യെസ്, UAEയിലുള്ള ക്ലബ്ബാണ്, അബുദാബി ദുബായ് ടീമാണ്. അപ്പോൾ അവർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എന്നെ ഒരു ഫാമിലി പോലെയാണ് അവർ നോക്കുന്നത്. സോ ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഇനിയും ലൈഫ് ലോങ് ഞാൻ ആ ഒരു ലൈക്ക് കണക്ഷൻ ഞാൻ വെക്കാൻ പോവാണ്. സോ അതെനിക്കൊരു ലൈഫ് ടൈം മെമ്മോറിയാണ് ആ ഒരു ക്ലബ്ബ് എനിക്ക് കിട്ടിയത്. ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ KTM-ലാണ് പോകുന്നത്. എന്താണ് ഈ KTM ചൂസ് ചെയ്യാനുള്ള കാരണം? 5 ഇയേഴ്സ് ബാക്ക് എനിക്ക് വണ്ടി എടുക്കണമെന്ന് പറയുമ്പോൾ KTM ആണ് ലൈക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയൂലേ. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി. സോ 125 ആണ് പെർമിഷൻ കിട്ടിയത് വീട്ടിൽ. പക്ഷെ എന്തായാലും വീട്ടിൽ പക്ഷേ 200 വേണമെന്ന് അന്ന് വാശി പിടിച്ചത്. പക്ഷെ ഇപ്പോൾ 200 ഒന്ന് പോരായി ഈ റോഡിൽ. സത്യമാണ്, UAE റോഡിൽ 200cc വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്താണ്? ഏതോ ഒരു സ്കൂട്ടി ഓടിച്ച പോലെയാണ് ഒരു ഫീൽ കിട്ടുന്നത്.
ഈ 5 years ജേർണിയിൽ കംപ്ലീറ്റ് 5 years ജേർണിയിൽ ഒരു പ്രാവശ്യവും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആൾക്കാർ വിട്ടുപോയാലും ഈ വണ്ടി എനിക്ക് ഇതുവരെ കൈവിട്ടിട്ടില്ല. ഇനി ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ്സ് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയണം. ട്രാവൽ ഞാൻ എപ്പോഴും വൈസർ ഇടാറില്ല. ബിക്കോസ് ആ ഒരു കാട്ടിൽ ആ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്തോ ഒരു മെഡിക്കേഷൻ തന്ന പോലെ തന്നെ ഒരു എന്തോ ഒരു ഫീലാണ്, അത് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഒരു ഫീലാണ് ട്രാവലിങ്ങിൽ കിട്ടുന്നത്, ഈ റൈഡിങ്ങിൽ കിട്ടുന്നത്. സ്പെഷ്യലി ഫാമിലി എന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക് ബോൺ ആണ്. ബിക്കോസ് എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ളൊരു അമ്മ ഒരു സിംഗിൾ പേരൻ്റാണ്. അപ്പോൾ അവർ ഇത്രക്കും എന്നെ ഈ 8 രാജ്യങ്ങൾ കിടക്കാൻ വിട്ടത് ഒരു വലിയൊരു സംഭവം തന്നെ. ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബാക്ക് ബോൺ ആണ്. ബിക്കോസ് എൻ്റെ ചേച്ചിയായാലും ബ്രദറായാലും അവർക്ക് ഈ ഫീൽഡിൽ ഒന്നും താല്പര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെൻറ്റ് തരുന്നുണ്ട്. സോ ബാക്ക് ബോൺ ആണ് എൻ്റെ ഫാമിലി. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം, പിന്നെ മോട്ടിവേഷൻ എന്ന് പറയാം. ബിക്കോസ് എനിക്കാകെയുള്ളത് കുറച്ച് ഫ്രണ്ട്സ്, ലൈക്ക് ക്യാൻ കൗണ്ട് ഇൻ ഹാൻഡ്സ്. സോ എപ്പോഴും ഞാൻ എനിക്ക് തന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വരുമ്പോൾ എനിക്ക് പറ്റോ ഇല്ലേ, സെൽഫ് ഡൗട്ട് എന്ന് വരുമ്പോൾ പറ്റോ ഇല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയും നിനക്ക് പറ്റും, നീ ചെയ്തോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ചോദിച്ചാൽ എന്തായിരിക്കും? എപ്പോൾ ചോദിച്ചാലും യെസ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം. ഞാൻ പൊതുവെ ഫുഡി അല്ല, പക്ഷേ കോഫി. യെസ്, ഞാൻ ഒരു കോഫി എഡിക്റ്ററാണ്. എനിക്ക് എപ്പോഴും കഴിക്കാൻ ചോദിച്ചാലും ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് കോഫി. ഇത്രയും രാജ്യങ്ങൾ ഒറ്റക്കാണ് ട്രാവൽ ചെയ്തത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന എൻ്റെ ഒരു കസിൻ പെങ്ങളെയാണ്. അപ്പോൾ കാരണം അപ്പുറത്തെ കടയിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റക്ക് പോകില്ല എന്ന് പറയുന്ന പെങ്ങന്മാർ എനിക്ക് മാത്രമല്ല, അങ്ങനെ എല്ലാവരും ഒരുവിധം കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പുറത്തെ ജില്ലയിൽ പോകാത്ത, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ടൗണിലൊന്നും പോകാൻ മടിക്കുന്ന അങ്ങനെയുള്ള പെൺകുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പേടിക്കുന്ന ഒരു ആവശ്യമില്ല. ബിക്കോസ് എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ അത്രക്കും സേഫ്റ്റി എല്ലാ ഭാഗത്തിലും ഇപ്പോൾ സേഫ്റ്റി ഉണ്ട്. സോ പേടിക്കണ്ട. പിന്നെ ചില പെണ്ണുകൾ പേടിക്കുന്നത് സൊസൈറ്റി കൊണ്ടാണ്, ഓൾമോസ്റ്റ് പേടിക്കുന്നത്. ബിക്കോസ് ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ 8 രാജ്യങ്ങളെ ആയിട്ടുള്ളൂ, ഇനി ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് കിടക്കുന്നുണ്ട്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? എനിക്ക് ലൈക്ക് ഈ ട്രാവലിംഗ് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഉള്ള ഒരേ ആഗ്രഹമുള്ളൂ. സോ ഇനിയും കണ്ടിന്യൂ ചെയ്യണം, പക്ഷേ സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് സമ്മതിക്കണം. കാരണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ട് നടക്കുക എന്ന് പറയുന്നതും 2 പാഷനും അതുപോലെ തന്നെ പ്രൊഫഷനും കൂടെ കൊണ്ടുപോകുക എന്നുള്ളതും എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു പരിപാടിയല്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള യാത്രകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ആ ഓൾ വേൾഡ് അല്ലെങ്കിൽ ഒരുപാട് ആ ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ദുബൈയിലെത്തുമ്പോൾ നമുക്കൊന്നുകൂടെ കാണാം. ഓൾ ദ ബെസ്റ്റ്.